പ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമിയുടെ പൊന്നു തൃപ്പാദങ്ങൾ കണ്ടു തൊഴുത് സർവ്വവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കുവാനും അതിൽ നിന്നെല്ലാം വിമുക്തി നേടുവാനും വേണ്ടി നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഓരോ ഭക്തജനങ്ങളും. സ്വാമിയുടെ കടാക്ഷം എല്ലാവർക്കും കോരിച്ചൊരിഞ്ഞു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മളുടെ പരിപാവനമായ ഇരുമുടിക്കെട്ട് നിറയ്ക്കുമ്പോൾ അതിനകത്ത് വയ്ക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പല കെട്ടുകൾ അഴിച്ചു കഴിയുമ്പോഴും കാണുവാനും ദർശിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. അത് വളരെയേറെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അരക്ക് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും കരുതുവാനായിട്ട് പാടുള്ളതല്ല. അത് വളരെ നിന്ദ്യമാണ്. ഒരു കാരണവശാലും അത് ഉണ്ടാവാനായിട്ട് പാടില്ല. ഭഗവാന്റെ തിരുമേനിയിൽ അഭിഷേകം ചെയ്യാനായിട്ട് നമ്മളുടെ ആത്മാവാകുന്ന നെയ്യ് നിറച്ച നെയ്തേങ്ങ, അതിനോടൊപ്പം നമ്മൾ വെറ്റിലയിൽ പൊതിഞ്ഞ കാണിപ്പൊന്ന് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു സാധനം, അതിൽ പൊന്ന് എന്ന് പറയുന്ന അംശമില്ല എന്നുള്ളത് എല്ലാ ഭക്തജനങ്ങളും അറിഞ്ഞിരിക്കുക. പകരം 1.25 രൂപ അല്ലെങ്കിൽ 1 രൂപ അതിനകത്ത് വെറ്റിലയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. അതേപോലെ തന്നെ കെട്ട് നിറച്ച് ബാക്കി വരുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും കെട്ടിനകത്ത് ഇടാൻ പാടുള്ളതല്ല. പല ശാന്തിമാരും പോറ്റിമാരും എല്ലാവരും അത് ഇടാറുണ്ട്. അത് ചെയ്യുന്നത് ശരിയല്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ശബരിമലയിലേക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്, അഭിഷേകത്തിനോ കാര്യങ്ങൾക്കോ വഴിപാടുകൾക്കോ ആവശ്യമില്ലാത്തൊരു സാധനമാണ് കുരുമുളക്. കുരുമുളക് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ മിക്ക ഭക്തജനങ്ങളും കൊടുക്കുന്നത് വാവര് സ്വാമിക്കാണ്. അത് ആവശ്യമില്ലാത്തൊരു വഴിപാടാണ്. ഒരു കാരണവശാലും കൊടുക്കുവാൻ പാടില്ലാത്ത കാര്യമാണ്. അത് നിന്ദ്യമാണ്. അതേപോലെ തന്നെ സന്നിധാനത്ത് എറിയുവാനായിട്ട് ഉടയ്ക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന തേങ്ങകൾ വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയിട്ട് വേണം എടുത്തു വെച്ച് നിറയ്ക്കുവാനായിട്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയാക്കുക. അതേപോലെ നെയ്യ് ഒരു കാരണവശാലും പുറമേന്ന് വാങ്ങുന്ന നെയ്കൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും നല്ല നെയ്യ് വീട്ടിലുണ്ടാക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുപാട് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.